ഹായ്, ഞാൻ വിഷ്ണുവാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെക്ഷൻ നിർത്തിയിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റൻ്റ് ആണ് ഇനി ഒന്ന് എടുക്കാൻ പോകുന്ന സെക്ഷൻ. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കോൺസ്റ്റൻസ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുന്ന പോലെ തന്നെ നമുക്ക് എന്താണോ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഇൻറ്റഗ്രൽ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കേണ്ടത് അതാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത് ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ 12 ഫ്ലോട്ട് എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് ഇങ്ങനെ ആയിരിക്കും 2.0 അല്ലെങ്കിൽ 5.5 അങ്ങനെ. ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കോൺസ്റ്റന്റ് ഇൻഡ് വാല്യൂ എഴുതാൻ പാടില്ല. നമുക്കെന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യലൈസ് ചെയ്യണം. അതായത് കോൺസ്റ്റന്റ് ഇൻഡ് വാർ ഈക്വൽ ടു 25 എന്ന് കൊടുക്കണം. ഇത് എന്ന് പറഞ്ഞാൽ വേരിയബിൾ നെയിമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ്, ഇത് ഇൻറ്റീജർ കോൺസ്റ്റന്റ് ആണ് ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിപ്പോൾ ഈ കോൺസ്റ്റന്റ് ഇൻറ്റ് വാർ എന്ന് എഴുതി, പിന്നെ വാർ ഈക്വൽ ടു 25 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 ലൈൻ ഇനീഷ്യലൈസേഷൻ ആണ്. പക്ഷേ നമുക്ക് എന്താണ് കണ്ടീഷൻസ് ഒന്ന് കോൺസ്റ്റന്റിന്റെ മോഡിഫൈഡ് വൺസ് ഇറ്റ് ഈസ് ഡിക്ലെയർ ഇൻ എ പ്രോഗ്രാം. അതെന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസ് ചെയ്യണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ. നമുക്കപ്പോൾ പ്രോഗ്രാമിൽ നോക്കി നോക്കാം എന്താ ഉണ്ടാവുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ഈക്വൽ ടു 10. ഓക്കെ, ഇങ്ങനെ ഇതിനെ കമ്പൈൽ നമുക്ക് തന്നെ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് ഡി ആണ് ഇൻറ്റീജറിന് കൊടുക്കുക. ഓക്കെ, പേഴ്സൻറ്റേജ് ഡി എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിൾ. ഓക്കെ, വേരിയബിൾ കൊടുത്തു. അപ്പോൾ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? ഓക്കെ, നമ്മളിവിടെ സെമി കോളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 10 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒന്ന് ഇൻറ്റ് എ എന്ന് കൊടുത്തു, എ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഓക്കെ, എ ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ എന്തായി? എററാണ്. എന്താണ്? ഇനീഷ്യലൈസേഷൻ നടക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇനീഷ്യലൈസേഷൻ നടക്കണം. ഇതിൽ കോൺസ്റ്റന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ പറയുന്നത് ഈ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ പ്രോഗ്രാമിൽ. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ പോയിന്റർ യൂസ് ചെയ്തിട്ട് ഈ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പോയിന്ററിന്റെ സെക്ഷൻ വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഇങ്ങനെയാണ്. ഇനി വേറെ തരത്തിലുള്ള ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ് ഡിഫൈൻ യൂസ് ചെയ്തിട്ട്, അതായത് മാക്രോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് എഴുതാൻ പറ്റും. അതായത് എ ഈക്വൽ ടു എ ഈക്വൽ അല്ല എ 15 എന്ന് എഴുതി കഴിഞ്ഞാൽ എ എന്നുള്ളത് 15 ആണ്. ഓക്കെ, അപ്പം എന്തായി? എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ എന്ന് കൊടുത്ത് ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഇൻറ്റ് സം ഈക്വൽ ടു എ പ്ലസ് എ എന്ന് കൊടുത്ത എന്താ? എ പ്ലസ് എ കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും റീപ്ലേസ് ചെയ്യും. ഇത് 15 റീപ്ലേസ് ചെയ്തിട്ട് ഈ സം എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് ഉണ്ടാവുക? 30. അപ്പം നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യും. അപ്പം ഈ ഡിഫൈൻ എന്നുള്ള സാധനമൊക്കെ നമ്മൾ മെയിനായിട്ട്, അതായത് മാക്രോസ് ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കോൺസ്റ്റന്റ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബാങ്കിൽ നമ്മളൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാറിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ഓരോ കൊല്ലം ചിലപ്പോൾ 7% ആവാം, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 8% ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ് ഡിഫൈൻ എന്നിട്ട് ഇവിടെ ഒരു ഇൻട്രസ്റ്റ് എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. നമ്മൾ ഓരോ ലൈനിൽ പോയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തേനൊക്കെയാണ് മാക്രോസ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് വേസിൽ കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സിയിൽ കോൺസ്റ്റന്റ് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽ ടു ഇനീഷ്യൽ വാല്യൂ. നമ്മൾ കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഷ് ഡിഫൈൻ വാല്യൂ യൂസ് ചെയ്തിട്ടുള്ളതാണ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കാണുന്നില്ലേ? അപ്പോൾ അതൊക്കെയാണ് ബേസിക് ഔട്ട്പുട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ചെയ്യുക, അതായത് ചോദിക്കുക. നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്കാനഫ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. സ്കാനഫ് എന്ന് പറയുന്നത് ഇൻപുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിന്റ് എഫ് ആണ് കോമൺ. ഓക്കെ, ഡിഫറെൻറ്റ് വേറെ ഫങ്ഷൻസ് ഉണ്ട്. സ്കാനഫിൻ്റെ ഫാമിലി ഉണ്ട്, കുറേ സ്കാനഫ് ഉണ്ട്, എസ് എസ് സ്കാനഫ്, അങ്ങനെ കുറേ ഫാമിലീസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്കാനഫ്.
പ്രിന്റ് എഫ് ആണ് വേറെ ഒന്ന് ഔട്ട്പുട്ട് ആയിട്ടുള്ളത്. ഓക്കെ, ഈ രണ്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ stdio.h ഫയലിലാണ്. അതാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി. ഓക്കെ, അതിലാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ സ്കാൻ എഫ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരു പ്രോഗ്രാം എഴുതി ഇൻറ്റ് മെയിൻ. ഓക്കെ, നമുക്കിപ്പോൾ ഇൻറ്റീജർ ആണ് ചോദിക്കേണ്ടത്. ഓക്കെ, ഇൻറ്റീജർ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് ഔട്ട്പുട്ട്, നമുക്ക് ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് ചോദിക്കുന്ന പോലെ അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫയൽ എഴുതി. ഓക്കെ, എൻ്റർ യുവർ നമ്പർ എന്നിട്ട് അടിച്ചു ഞാൻ. ഓക്കെ, എന്നിട്ട് പറഞ്ഞ സ്കാൻഎഫിൽ ഞാൻ എന്ത് ചെയ്തു, ഇതെന്താണ് നമ്മളെ %d ആണ്. ഓക്കെ, ഞാൻ ഇൻറ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇൻറ്റ് ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് 0 എന്നുള്ളത് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, വെറുതെ ഇൻറ്റ് നം എഴുതി കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ് വാല്യൂ, അതായത് ഏത് വാല്യൂ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതിൽ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവുക. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് 0 എന്നുള്ളത് ഇനീഷ്യലൈസ് ചെയ്യണം. അതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പോൾ എൻ്റെ റിയൽ നമ്പർ എന്നിട്ട് നമ്മൾ ഇത് ഇൻറ്റീജർ ആയതുകൊണ്ട് എന്തായി ഇൻറ്റ് എന്ന് കൊടുത്ത്, എന്നിട്ട് ഇവിടെ നമ്പർ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞാൽ എന്തായി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ്റർ നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി എന്നിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത് പറഞ്ഞാൽ എന്താണ് നമ്പർ നാം. ഓക്കെ, ഇവിടെ നാം ഒന്ന് കൊടുത്തു. ഓക്കെ, അപ്പം എന്താ പ്രിന്റ് ചെയ്യുക, ഓക്കെ സോറി, ഇവിടെ പ്രിന്റ് എഫ് എന്നുള്ളതാണ്, പ്രിന്റ് എഫ് ആണ്. ഓക്കെ, എൻ്റെ റിയർ നമ്പർ നമ്മളോട് ചോദിക്കുന്നില്ലേ, ഞാനപ്പോൾ ഒരു ഓക്കെ, ഇവിടെ ആംപർസെന്റ് ഉണ്ട്. എന്തുകൊണ്ട് നമ്പർ പ്രിന്റ് ചെയ്തില്ല? നമ്പർ ഇഷ്ടമില്ല. അത് ടെക്നിക്കലി ഒന്നും എനിക്കറിയില്ല, ഫോണിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, നെറ്റിൻ്റെ ഇഷ്യൂ വന്നു. അപ്പോൾ ആംപർസെന്റ് എന്നുള്ളത് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ആ വാല്യൂലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഇതാണ് സ്കാൻഎഫിൻ്റെ. സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ %d ഫോർമാറ്റ് സ്പെസിഫയർ ആണത്, ഏത് നമ്പറിൻ്റെ. എന്നിട്ട് ആംപർസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മെമ്മറിയാണ് പാസ് ചെയ്യുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അത് നമുക്കെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ലെസൺസിൽ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാം എന്താണ് അങ്ങനെ കൊടുക്കണമെന്നുള്ളതൊക്കെ. ഇപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതാണ് സ്കാൻഎഫിൻ്റെ. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ യുവർ ക്യാരക്ടർ നോക്കാം. ഓക്കെ, ക്യാരക്ടർ ഓക്കെ, ഞാനിപ്പോൾ ക്യാര് എന്നിട്ട് കൊടുത്തു. ഇവിടെ എന്തായിരിക്കും കൊണ്ടുവരിക, നമ്മൾ %CA. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെയും %CA എന്താ വരിക, എൻ്റെ യുവർ ക്യാരക്ടർ. ഞാനിപ്പോൾ യു എന്നുള്ളതാണ് കൊടുത്തത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ മതിയെന്നാൽ ക്യാരക്ടർ എന്നുള്ള പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ പകരം ഫ്ലോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ 0 ഇത് 0 കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അപ്പോൾ കൊടുക്കേണ്ടി വരിക, എഫ്, ഇവിടെയും എഫ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റർ യുവർ സോറി, ഇവിടെ ക്യാരക്ടർ എന്നുള്ളത് ഞാൻ എഴുതിക്കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഞാനിപ്പോൾ 7.8999 എന്ന് കൊടുത്തു. എന്തായി നമ്പർ എന്നുള്ളത് നമ്മളിന്ന്
ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡബിൾ കൊടുക്കാം. ഡബിൾ ഇതേപോലെ ഒന്ന് കൊടുക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഇതാണ് ഇൻപുട്ട്, ഇതാണ് ഔട്ട്പുട്ട്. ഓക്കെ, നമുക്കിത് കണ്ടില്ലേ, ഈ പ്രിന്റ് എഫ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ടും ഫംഗ്ഷൻ ആയിട്ടും ഈ സ്കാൻ എഫ് എന്നുള്ളത് ഇൻപുട്ട് ഫയലായിട്ടും. ഓക്കെ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണ്, നമ്മൾ സ്കാൻ എഫിലൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ്. ഈ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള സെക്ഷനുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് സി പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലാക്ഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ അതർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതായത് പോസ്റ്റ് ഇൻക്രിമെന്റ് പോസ്റ്റ് ഡിക്രിമെന്റ്, പിന്നെ എന്നുള്ളത് കോമ ഓപ്പറേറ്റേഴ്സും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും ഈ ഇത് എന്ന് പറഞ്ഞാൽ വേഗം നമുക്ക് കഴിയാവുന്നതാണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് യൂസ് ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. എന്തൊക്കെയാണ് അരിത്തമെറ്റിക്, പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അധികം അറിയാത്തതായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇപ്പോൾ 5/3 എന്നുള്ള ഇതാണെങ്കിൽ 1 ആയിട്ട് റിട്ടേൺ ചെയ്യാം. ഓക്കെ, റിമൈൻഡർ ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആണ്. ഇത് യൂണറി പ്ലസ്, യൂണറി മൈനസ്, പിന്നെ പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ്, മൈനസ് മൈനസ് ഡിക്രിമെന്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എ പ്ലസ് പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പോൾ മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു എ മൈനസ് വൺ, അതായത് ഒരു വാല്യൂ കുറയ്ക്കുക, അതാണ് ഇതുകൊണ്ട് ഒന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാനും ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഈ രണ്ട് ചെറിയ ചെറിയ ഓപ്പറേറ്റേഴ്സ് നമുക്കപ്പോൾ ഇപ്പോൾ സിംഗിൾ പ്രോഗ്രാം എഴുതി നോക്കാം. ഓക്കെ, ഒരു കാൽക്കുലേറ്റർ. ഓക്കെ, കാൽക്കുലേറ്റർ ആണ് ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഫ്ലോട്ട് നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഡബിൾ ആണോ, ഫ്ലോട്ട് എന്നായിക്കോട്ടെ. ഓക്കെ, ഫ്ലോട്ട് നമ്പർ 1 എന്നിട്ട് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു, നമ്പർ 2 എന്നിട്ട് ഇനിഷ്യലൈസ് ചെയ്തു, പിന്നെന്താ വേണ്ടത്, ഒരെണ്ണം റിസൾട്ട് എന്നിട്ട്. ഓക്കെ, റിസൾട്ട്, അപ്പോൾ റിസൾട്ട് എന്നിട്ടുള്ളത് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തു, സോറി, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രിന്റ് എഫ് യൂസ് ചെയ്യാം. പ്രിന്റ് എഫ്, ഓക്കെ, എൻ്റർ ദി നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആണ് വേണ്ടത്. എന്ത്, എൻ്റെ ഈ നമ്പേഴ്സ് അഡീഷൻ ആണോ കാൽക്കുലേഷൻ ആണോ എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷനും കാൽക്കുലേഷനും എല്ലാതും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു ഇതാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്കാൻ നമുക്ക് രണ്ടെണ്ണം വേണം. ഓക്കെ, രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ എന്താ, ഇതിൽ എന്താണ് പെർസെൻറ്റേജ് എഫ് ആണ്. ഓക്കെ, ഇത് ഫോർമാറ്റ് സ്പെസിഫയർ എഫ്, പിന്നെ പെർസെൻറ്റേജ് എഫ്. ഓക്കെ, ഇവിടെ കോമ num1 num2, എന്താണ് ആംപർസെന്റ് ഇടാൻ ഞാൻ മറന്നു. ആംപർസെന്റ് ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ എന്താണ് അഡീഷൻ. ഓക്കെ, റിസൾട്ട് ഈക്വൽ ടു num1 പ്ലസ് num2 എന്നിട്ട് പ്രിന്റ് പെർസെൻറ്റേജ് എഫ് അഡീഷൻ എന്നുള്ളതിന് ഞാൻ ആഡ് എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ വേണ്ടത്, നമുക്ക് ഇതിൽ റിസൾട്ട് അല്ല, റിസൾട്ട് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഈക്വൽ ടു എന്താ num1 ഇൻറ്റു num2, അപ്പം എന്താ മൾട്ടിപ്ലിക്കേഷൻ, പ്രിന്റ് എഫ് എന്തുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് എഫ് നോക്കിയിട്ട് എന്താണ് എന്താ കൊടുക്കുന്നത്, നമുക്ക് മൾട്ടി ഇവിടെ ഒരു ഈക്വൽ കൊടുക്കാം, അതിൻ്റെ ഒരു കുഴപ്പം വേണ്ട. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വീണ്ടും റിസൾട്ട്. ഓക്കെ,
അടുത്തെന്താ വീണ്ടും റിസൾട്ട് ഈക്വൽ ടു num1 മൈനസ് num2. എന്നിട്ട് റിസൾട്ട് അല്ല എന്താണ് സബ്ട്രാക്ഷൻ പെർസെൻറ്റേജ് എഫ് റിസൾട്ട്. ഓക്കെ, ഇനി ഡിവിഷൻ num1 num2. ഡിവിഷൻ ഓക്കെ പെർസെൻറ്റേജ് എഫ് റിസൾട്ട്. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ എറർ ഉണ്ടല്ലോ. ഓക്കെ, ഇതിൽ ഞാൻ റിസൾട്ട് എന്നുള്ളതിന് അത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുക്കുക എൻ്റർ ദി നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നമ്പേഴ്സ് ഉള്ളത്, എന്തെങ്കിലും നമ്പർ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ 12 എന്ന് കൊടുത്തു. പിന്നെ ഒന്നുകൂടി അവർ ചോദിക്കും എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് തിരിഞ്ഞു പോകും. ഓക്കെ, ഞാൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിവിഷൻ ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ ഒരു സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യാനുള്ള. ഞാൻ അടുത്ത് 7 കൊടുത്തു. ഈ കൊടുത്തപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 19 കിട്ടി. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 കിട്ടി. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിട്ടി. പിന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പോയിന്റ്. നമ്മളിവിടെ /n ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിന്റ് എഫ് കഴിഞ്ഞിട്ട് /n ഇട്ട് കഴിഞ്ഞാൽ എന്താ ഓരോന്നും അടുത്തടുത്ത ലൈനിലേക്ക് വരും. ഓക്കെ, ഇതോർന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും അടുത്തടുത്ത ലൈനിലേക്ക് വരും. അപ്പോൾ ഞാൻ അതിന് അടുത്ത ഒരു 25 കൊടുത്ത് രണ്ടാമത്തെ നമ്പർ ഒരു 10 കൊടുത്തു. ഓക്കെ, ഇപ്പം എന്താ ആഡ് കഴിഞ്ഞ് 35 പിന്നെ 250 സബ്ട്രാക്ഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ 15 ഡിവിഷൻ ചെയ്യുന്നത് 2.5. ഞാനിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് കൊടുക്കാനുണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഷൻ ചെയ്യണല്ലേ. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പോയിന്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഓക്കെ, അതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി, അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അങ്ങനത്തേനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യില്ലേ. ഇപ്പം നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഏത് എയും ബിയും ഉണ്ട്. അപ്പോൾ എയും ബിയും ഗ്രേറ്റർ ദാൻ ആണ്, 5നേക്കാൾ കൂടുതലാണോ 5നേക്കാൾ കുറവാണോ ആ വേരിയബിൾ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫ് എൽസ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് കണ്ടീഷനിൽ അതൊക്കെ ഒന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ ലൂപ്സ് ഒക്കെ നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലേഷനിൽ അറിയാൻ വേണ്ടിയിട്ട് രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻസ് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം എന്താ ഇത് റിട്ടേൺസ് ട്രൂ ഇഫ് ദ ലെഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, അതായത് ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് ഇത് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. എപ്പോഴും ട്രൂ കേസ് എന്ന് പറയുന്നത് 1 എന്നുള്ളത് മൈൻഡിൽ വെക്കുക, ഫോൾസ് കേസ് എന്ന് പറയുന്നത് 0, അതായത് 0 ആയിരിക്കും. ഓക്കെ, ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് നോക്കി നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ നോക്കി റിലേഷൻഷിപ്പ് പ്രോഗ്രാമിൻ്റെ. ഓക്കെ, ഇപ്പോൾ നമ്പർ ഇൻറ്റീജർ. ഓക്കെ, ഇൻറ്റ് നമ്പർ 1. ഓക്കെ, അപ്പം നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 5 കൊടുത്തു. നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 10 കൊടുത്തു. ഇനി റിസൾട്ട് എന്നിട്ട് num1 ലെസ് ദാൻ num2 എന്നിട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് പ്രിന്റ് എഫ് എന്നിട്ട് റിസൾട്ട് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി എന്തുണ്ട് റിസൾട്ട് അല്ലേ. റിസൾട്ട്. ഓക്കെ, ഞാനിവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യം. ഓക്കെ,
ഓക്കെ, ഇവിടെ നമ്മൾ സെമി കോളത്തില്ല. ഓക്കെ, ഇവിടെ ഇട്ടില്ല, സോറി. 1 എന്താ ട്രൂ ആണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 15 കൊടുത്തെങ്കിൽ എന്തായിരിക്കും? 0. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കണ്ടീഷൻ ഉണ്ടാകും ചിലപ്പോൾ. ഓക്കെ, ആ 2 കണ്ടീഷൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ഗേറ്റ് പോലെ ഉണ്ട്. ഡബിൾ ആൻഡ് എന്നുള്ളത് ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. എ ആൻഡ് ഡബിൾ ബി ട്രൂ ആണ്. 2 കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമാണ് എന്ത് അത് 1 ആവുള്ളൂ. അതായത് റിട്ടേൺ ചെയ്യുന്നത് എന്ത് ട്രൂ ആവുള്ളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. അതായത് ഈ സെക്ഷനിലുള്ള ശരിയായാൽ മതി, അല്ലെങ്കിൽ ആ സെക്ഷനിലുള്ള ശരിയായാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? 1 ആയിരിക്കും. ഓക്കെ, ഈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടീഷൻ എഴുതുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 0 ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതാ ഇങ്ങനെ എഴുതിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ 3 ഈക്വൽ ടു 10 എന്ന് കൊടുക്കും. 10 അല്ല, 18 കൊടുത്ത്. ഓക്കെ, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ബ്രാക്കറ്റ് ഇടാം. നമ്പർ 1 ലെസ് ദാൻ നമ്പർ 2. അതായത് നമ്മൾ നമ്പർ 1 ഇപ്പോൾ റിസൾട്ട് നമ്പർ 1 നമ്പർ 2 നമ്പർ 1 ലെസ് ദാൻ നമ്പർ 3. ഓക്കെ, അപ്പം നോക്കിയേ, ഇതാണ് ഇപ്പോൾ ഇങ്ങനെ. ഓക്കെ, നമ്പർ 1 നമ്പർ 2 നമ്പർ. അപ്പോൾ നമ്പർ 1 നമ്പർ 2 നമ്പർ 3. ഓക്കെ, നമ്പർ 1 ഏതാ? 15 ലെസ് ദാൻ ഏതാ? 15 ലെസ് ദാൻ അല്ലേ? അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലെസ് ദാൻ ആണോ? അല്ല, അപ്പോൾ ഇവിടെ തന്നെ ഒന്ന് ഫോൾസ് ആണ്. അപ്പോൾ ഇതെന്തായാലും 0 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഓക്കെ, 0 ആണ് പ്രിന്റ് ചെയ്യുക. ഇപ്പോൾ 2 കണ്ടീഷൻ ട്രൂ ആക്കുക നമ്മൾ. ഓക്കെ, 2 കണ്ടീഷൻ ട്രൂ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്പർ 1 എന്ന് ചെറുതാക്കുക. ഓക്കെ, പോട്ടൻറ്റ് ഒന്ന് വന്ന്, അപ്പോൾ ഇതിലും ഇത് ചെറുതാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്തായിരിക്കും? 1 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇതിപ്പോൾ 4 ആണെങ്കിൽ എന്തായിരിക്കും? ഞാനിപ്പോൾ ഇവിടുത്തെ നമ്പർ 1 ലെസ് ദാൻ നമ്പർ 2. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. ഓക്കെ, ഇവിടെ ഒരു 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഫെയിലിയർ ആണ്. നമ്പർ 1 എന്താ? ലെസ് ദാൻ നമ്പർ 3 അല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്തുണ്ടാവുന്നുള്ളത്. ഓവർ കേസിൽ ഏതെങ്കിലും ഒരു സൈഡ് 1 ആയാൽ മതി. ഓക്കെ, അതാണ് ഏതെങ്കിലും ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയാൽ മതി. അപ്പോൾ അത് അങ്ങനെയാണ്. ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഓപ്പറേറ്റേഴ്സ് ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും ഒക്കെയാണ്. അതൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.